ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണത് വാഗമണ്ണിക്ക് പോകാനായിട്ട്. നമ്മൾ കുന്നംകുളത്തുനിന്ന് വാഗമണ്ണിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് കുന്നംകുളത്തു നിന്നാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ മലയാറ്റൂർ അടിവാരത്തിൻ്റെ അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കണത്. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവുമാണ് കൂടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ പറയാണ്ട് മോനെ കൂടെ ഞാൻ തന്നെയാണ് എന്നും കുളിയായിട്ട് പോകാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമം വേണ്ട, ഏത് ഓട്ടത്തിനായാലും നമ്മൾ വിളിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതൊരു പുഴയുടെ അടുത്ത് നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കുന്നത്. നമ്മുടെ കൂടാതെ വന്നവരാണ് ഇവർ. അപ്പോൾ കാലത്തത് ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പം മലയാറ്റൂർ അടിവാരത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഒരു ട്രിപ്പ് ഇരുന്നുണ്ട്. അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഇലവേൻ പൂഞ്ചിറ എത്തി. ഇപ്പോൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് ഒരാൾക്ക് 1000 രൂപയാണ് ട്രക്കിങ്ങിന്. 8 പേര്, അല്ല 5 വണ്ടിയാണ് പോണത്. 1 2 3 4 കണ്ട. ഞങ്ങൾ ബസ് നിർത്തിയ ഭാഗത്ത് നല്ലൊരു പുഴയുണ്ട് കേട്ടോ. അവിടെ നോക്കിയാൽ ഈ ഭാഗത്തിനെ പറയണ പേരാണ് ഇലവിഴ പൂഞ്ചിറ. അപ്പോൾ അതിന് മുന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകണം. നമ്മളിവിടെ ബസ് നിർത്തിയേക്കണം. സൈഡ് ബസ് ഒതുക്കിയിട്ടിട്ട് ഇതിലത്തെ ആൾക്കാർ 40 പേരുണ്ടാവുന്നു യാത്രക്കാർ. അപ്പോൾ അതിൽ ഞാനും പോകാനൊന്നും പോയില്ല. ഒന്നാമത് എനിക്ക് വയ്യ തീരെ. പിന്നെ ആളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മോനത്തില്ലാത്തതിന് ഞാൻ പോകാറേ ഇല്ല, ഒരു വഴിക്കും. അപ്പോൾ ഇതാണ് നല്ല അതിമനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഇലവിഴ പൂഞ്ചിറ. ട്രക്കിങ്ങിന് പോയവരൊക്കെ തിരിച്ച് ഇറങ്ങിയിട്ടാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ 2ാം ദിവസം വാഗമണ്ണില്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തത് ഞങ്ങൾ വേറെ റൂമിലാണ്. അതായത് ഇവര് അടുത്ത റൂം ഭയങ്കര കോസ്റ്റ്ലി റൂമാണ്, നമുക്ക് താങ്ങില്ല. അപ്പൊ നമ്മൾ വണ്ടി കൂടി ഇട്ടിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ റൂം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ വേണം. വണ്ടിയുടെ സേഫായ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി റൂം എടുത്തു. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ. കാരണം വണ്ടി സേഫായ സ്ഥലത്തല്ല ഞങ്ങൾ റൂം എടുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ 2 വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങും. നമ്മള് വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങാറ്. അപ്പൊ ഞങ്ങൾ വേറൊരു റൂം എടുത്തിട്ട് അവിടെ ഫ്രഷായി നമ്മൾ ഇങ്ങോട്ട് പോകും തിരിച്ച്. അപ്പൊ അവരൊരു 10:15 ആകുമ്പോൾ വന്ന് കയറാന്നാ പറഞ്ഞേക്കണം. കാരണം എപ്പോഴും നമ്മൾ കസ്റ്റമറെ വിളി വരാം, നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വഴി പറയാം. നമ്മുടെ വണ്ടി വാഗമണ്ണ് എത്തിയിട്ട് അഡ്വഞ്ചർ പാർക്കില് ഫസ്റ്റ് സാറ് ഇറങ്ങി. സാറ് ഹായ് പറഞ്ഞേ. അപ്പോൾ ഇവരിറങ്ങണതൊക്കെ നമുക്കൊന്ന് വീഡിയോ എടുക്കണം. നമുക്ക് ബസ്സിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു സാറേ. അപ്പോൾ ഇതാണ് നമ്മളെ അഡ്വഞ്ചർ പാർക്കും ഫ്ലവർ ഗാർഡനും. അഡ്വഞ്ചർ പാർക്ക് ഫ്ലവർ ഗാർഡനുള്ളിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു അമ്പലമാണ് മുയൽക്കുട്ടൻ്റെയാണ്. പിന്നെ കുട്ടികൾക്കൊരു പാർക്കുണ്ട് കളിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂക്കളൊന്നും പറിക്കരുതെന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അറ്റത്തെ ഭാഗം നിൽക്കുന്നത് മൊട്ടക്കുന്നിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ്. അത് കാണാം, പച്ചപ്പൊന്നുമില്ല, കരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെയാണ് ഫ്ലവർ ഗാർഡൻ. അപ്പോൾ അത് പൂ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയാണ് ഫൈൻ വരുന്നത്. പൂക്കൾ നശിപ്പിക്കുകയും പറക്കുകയും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഫ്ലവർ ഗാർഡൻ വരുന്നത്. അഡ്വഞ്ചർ പാർക്ക് ആൻഡ് വാഗമൺ ഫ്ലവർ ഗാർഡൻ്റെ ഉൾവശമാണ് ഇപ്പോൾ കാണുന്നത്. അതേ ഫ്ലവർ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗാർഡനുള്ളിൽ കടന്നു. അപ്പോൾ ഒരാൾക്ക് എൻ്റെ ടിക്കറ്റ് വരുന്നത് 60 രൂപയാണ് വലിയവർക്ക്. അപ്പോൾ ഇതിലത്തെ പൂക്കളും കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടാ ഒരു തൊപ്പിക്കാരൻ പോണുണ്ടോ? എല്ലായിടത്തും കണ്ട പരിചയം ഉണ്ടല്ലേ? അതാണ്, ഇയാളാണ് മോഹൻ എന്ന് പറയുന്ന ആള്. ഫുൾ ടൈം തല്ലുട്ടാ. പുറത്ത് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ചില സ്നേഹമുള്ളൂ. ചേറ്റുണ്ടല്ലോ, ആദ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അത് എന്നിട്ട് പിന്നെ കരിഞ്ഞു പോയി. അതുപോലെ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ.
നല്ല രസമുണ്ട്. ഇവിടെ ഒന്നും പറിക്കാനോ തൊടാനോ ഒന്നും പാടില്ല. പറിച്ച് കഴിഞ്ഞാലും 500 രൂപയാണ് ഫൈൻ. സൂര്യകാന്തി പൂവുണ്ട്, ലാവൻഡർ ഉണ്ട്. ലാവൻഡർ തന്നെയാണ് ഞങ്ങളിത് കണ്ടിട്ടുള്ളതാണ്. ജോർജിയയിൽ ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ലാവൻഡർ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ എല്ലാ വീഡിയോയിലും നല്ല ജോർജിയ പോയ സമയത്ത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടാകുന്നില്ല. പക്ഷേ അവർ ജേണി വ്ളോഗിൽ ഞങ്ങൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളും കൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് റോസ് ഗാർഡൻ, നാച്ചുറൽ ഗാർഡൻ, അതിൻ്റെ പൂവാള വഴി കൊടുത്തിട്ടുണ്ട്. ആ എന്താ ഒരു കൂടാരം പോലെ കെട്ടിയിട്ടില്ലേ, അവിടെയാണ് റോസ് പൂവ് തന്നെയുള്ളത്. വർഷത്തിന് ഓർമ്മിപ്പിച്ചത് 2026 സ്റ്റാച്ചു പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ 6 മാത്രമല്ല മാറ്റുണ്ടോ, അതാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കട്ടാ. വി ലവ് വാഗമൺ അവിടെ എത്തി. അപ്പോൾ ഇവിടെ സ്റ്റാച്ചു ഇത് ഐ ലവ് വാഗമണിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്നത്. നല്ല പറ്റുന്ന, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്, നല്ല പറ്റിയ അന്തരീക്ഷം കേട്ടോ. ചൂടും വിലയാണോ തളപ്പ് എന്ന് പറയാം. നല്ല സുഖമുണ്ട്, ഒരു മനസ്സിലായി. അതെ, തൊട്ട് ബാക്കിൽ ഐ ലവ് വാഗമൺ. ഞങ്ങളുടെ കൂടെ വന്ന സാധനം കുറച്ച് നേരം കേട്ടോ പറഞ്ഞത്. നമ്മൾക്കത് ഇവിടെ വന്നു. ഗ്ലാസ് ബ്രിഡ്ജ്, വാഗമണ്ണ് ഗ്ലാസ് ബ്രിഡ്ജ് മെയിൻ ഡ്രസ് ചെയ്തുകൊണ്ട് അത് അടച്ചിട്ടേക്കാം. അപ്പോൾ അതേ സിപ്പ് ലൈന് സൈക്ലിംഗ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം എത്ര മണി? ഇപ്പോൾ ഏകദേശം 5 മണിയാവാനാണ് പോണത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ നിർത്തി. നമ്മളതിന് അഡ്വഞ്ചർ പാർക്കിൻ്റെ വീഡിയോക്ക് ഞാൻ ഇതിന് മുന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കുറച്ച് വഴി ദൂരം പോയിട്ടാണ് ഉച്ചക്കത്തെ ബിരിയാണി ആണ് സൂപ്പറാണ്. അടിപൊളി ഫുഡായിരുന്നു. ഇതിവിടെ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വന്നത് മറ്റേ പൈൻ ഗാർഡൻ കാണാനാണ്. അപ്പോഴും ഞാനും മോനും പിന്നെ കുറച്ച് ആൾക്കാരും ഇറങ്ങിയില്ല ബസ്സിൽ കാണാനായിട്ട്. പിന്നെ അടുത്തത് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലം മൊട്ടക്കുന്ന്. നമ്മൾ പോണില്ല, ഞങ്ങൾ പോണില്ല. കാരണം ചെറിയ മൊട്ടക്കുന്നിൽ ശരിക്കും കാണുകയാണെങ്കിൽ നല്ല പച്ചപ്പോട് കൂടിയിട്ട് കാണണം. ഇതിപ്പോൾ മൊത്തം പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കാം, ഉണങ്ങി നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് അത് കാണാനായിട്ട് പോയില്ല കേട്ടോ. അപ്പം അത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത് ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ സൈനിങ് ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കയറും. നിൽക്കുന്നത് വാഗമൺ മെഡോസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതേ മൊട്ടക്കൊന്നാണ് നമ്മൾ നേരെ കാണുന്നത്. നേരെ കാണുന്ന 2 പെമ്പിളേർ നടന്നു. അതൊന്നും പറയത്തിട്ടാ, അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ടൈമിങ് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് ടൈം 9 മണി തൊട്ട് 5:45. ലാസ്റ്റത്തെ ടൈം 6 മണിക്ക് നമ്മൾ എക്സിറ്റ് ആവണം. അതല്ലേ. അപ്പോൾ ടിക്കറ്റിന് അടുത്തേക്ക് നമുക്ക് അത്രയൊന്നും അറിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ ബാക്കിൽ മോനോട്ടം നിൽക്കുന്നുണ്ട്. അതെ, ഇതാണ് മൊട്ടക്കുന്ന്. അവിടെ പുല്ലല്ലാതും കരിഞ്ഞ് നിൽക്കാം കണ്ടാ. അതുകൊണ്ട് ഞങ്ങൾ കാണാൻ പോയില്ല. വന്ന യാത്രക്കാരാണ് ഇവർ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങൾ പാട്ട് വെച്ച് അടിച്ചു പൊളിക്കും.